ഹലോ, കല്ലോസ് ബേക്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഓണം ഇങ്ങനെ എത്തിയല്ലേ. അപ്പോൾ പിന്നെ നമ്മൾ ബേക്കേഴ്സിന് എല്ലാവർക്കും ഒരു ആഗ്രഹം ഉണ്ടാവും ഒരു സദ്യയൊക്കെ എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കി വെക്കണമെന്ന്. അങ്ങനെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഐഡിയാസ് ആണ് ഇതിനകത്ത്. അപ്പോൾ നമ്മൾ 10 ഇഞ്ചിൻ്റെ ഒരു പാനലാണ് ഇത് റൗണ്ട് ഷേപ്പിൽ കേക്ക് ചെയ്തെടുത്തത്. 1 kg ആയിട്ടോ ചെയ്തേക്കുന്നത്. 1 kg ബാറ്റിലാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ 2 ലെയർ ആയിട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഇതിവിടെ മാംഗോ ഫ്ലേവറിലാണ് ചെയ്തെടുത്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഇപ്പോൾ കാണിച്ച പോലെ 2 സൈഡും ആ താഴത്തെ സൈഡും ജസ്റ്റ് ഒന്ന് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഒരു സൈഡ് മാത്രം ഇച്ചിരി വണ്ണം കൂടുതലും ബാക്കി 2 എൻഡിൽ നിന്നും കുറച്ച് വണ്ണം കുറവിലാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. ആ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ വേറൊരു ഇതുപോലത്തെ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള ഒരു ബേസിലോട്ട് മാറ്റിയിട്ട് നമ്മൾ ആ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന 2 സൈഡിൽ നിന്നും എടുത്ത പീസസാണ് ആദ്യം വെച്ചെടുക്കുന്നത്. ഒന്ന് വച്ചിട്ട് അതിനോട് ജസ്റ്റ് ഒന്ന് മുകളിലോട്ടായിട്ട് അടുത്തും വെച്ച് കൊടുക്കാം. ദെൻ അവസാനമാണ് നമ്മൾ ഏറ്റവും ടോപ്പിലോട്ട് ആ ഒരു വലിയ പീസ് എടുത്ത് വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് അപ്പോൾ ഓരോന്നിനെ ടച്ച് ചെയ്യുന്ന ഭാഗത്ത് നമ്മൾ ജസ്റ്റ് ക്രീം ഒന്ന് വെച്ച് കൊടുത്താൽ അവിടെ സ്റ്റിക്കായിട്ടിരുന്നോളും. എന്നിട്ട് പിന്നെ സാധാരണ നമ്മൾ എങ്ങനെയാണ് ഒരു കേക്ക് ഫിനിഷ് ചെയ്തെടുക്കുന്നത് അതുപോലെ തന്നെ അതിനെ ഒന്ന് വൈറ്റ് ക്രീം കൊണ്ട് തന്നെ ഒരു കോട്ടിങ് കൊടുക്കുക. അതിനുശേഷം നമുക്ക് വേണ്ട കളർ വെച്ചിട്ട് ചെയ്യാം. നമുക്കിവിടെ വാടലയാണല്ലോ വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഗ്രീൻ ഷെയ്ഡ് ആ ഒരു ലീഫിൻ്റെ കളറിൽ നമ്മൾ ചെയ്തെടുത്തു കേട്ടോ. അങ്ങനെ ഫിനിഷ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു സ്കെയിലോ അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു പാലറ്റ് എന്തെങ്കിലും വെച്ചിട്ട് ജസ്റ്റ് ആ ഒരു നേരെ ഒരു വര ഒന്ന് കൊടുത്തേക്കാം. അധികം കാണാത്ത രീതിയിൽ ലൈറ്റായിട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മളിങ്ങനെ ഈ വാഴയിലയിൽ ഉണ്ടാകുന്ന ഒരു ലൈൻസ് ഇല്ലേ, അതിനുവേണ്ടി ഞാനിവിടെ ഇതുപോലത്തെ സ്ക്രാപ്പായിട്ടാണ് ചെയ്തത്. പല രീതിയിലും നമുക്ക് പല സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു വര ചെയ്ത് കൊടുക്കാം. എനിക്കിതാണ് ഈസി ആയിട്ട് തോന്നിയത്. ഇവിടെ സെൻട്രിൽ കൂടെ തന്നെ ഒരു വരയുണ്ടല്ലോ, അത് ഏതെങ്കിലും ഒരു നമ്മുടെ ബ്രഷോ അങ്ങനെ എന്തെങ്കിലും എൻഡ് വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കാം കേട്ടോ നീളത്തിൽ. പിന്നെ നമുക്കത് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടത് ഒരു പാക്കറ്റ് ബ്രെഡാട്ടോ. ഒരു പാക്കറ്റ് വേണ്ട, അത് ജസ്റ്റ് ഇതുപോലെ ആ ഒരു സൈഡ് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമ്മൾ ഓലനാണ് തയ്യാറാക്കുന്നത്. കറികൾ റെഡിയാക്കാം. ആദ്യം തന്നെ ഓലൻ ചെയ്യാണ്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ കുറച്ച് നമ്മുടെ വിപ്പിംഗ് ക്രീമും പിന്നെ കുറച്ച് ചോക്കോ ചിപ്സും പിന്നെ ആ സൈഡ് കട്ട് ചെയ്ത് ബ്രെഡിൻ്റെ സൈഡ് കട്ട് ചെയ്ത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഐറ്റംസ് ഫ്രൂട്ട്സ് ആയിട്ട് നമുക്ക് എടുക്കാം. പഴമോ ആപ്പിളോ അങ്ങനത്തെ എന്തെങ്കിലും ഐറ്റംസ് വേണമെങ്കിൽ വയ്ക്കാം കേട്ടോ. ഇത്രയും സാധനങ്ങളോട് നമ്മൾ ജസ്റ്റ് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അവിടെ ഓലൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത് നമ്മൾ ബീറ്റ്റൂട്ട് പച്ചടി എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ സ്ട്രോബെറി ക്രഷ് ഇല്ലേ, ആ സ്ട്രോബെറി ക്രഷും പിന്നെ വിപ്പിംഗ് ക്രീമും കൂടെ ജസ്റ്റ് മിക്സ് ചെയ്തെടുത്താൽ നമുക്ക് അവിടെ ബീറ്റ്റൂട്ട് പച്ചടി റെഡിയായി. അതിനുള്ള കളർ നമ്മൾ തന്നെ നോക്കിയാൽ മതി. അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ആ ഒരു കളർ ആ ഒരു സെറ്റപ്പിൽ വന്നോ എന്നുള്ളത് നമുക്ക് തന്നെ നോക്കുമ്പോൾ ഒന്ന് മനസ്സിലാവുമല്ലോ. ഇനി നമുക്ക് അച്ചാർ എങ്ങനെ റെഡിയാക്കണം നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തേക്കുന്നത് ഇവിടെ നമ്മുടെ ചെറിയ കേട്ടോ. ചെറിയ എടുത്തിട്ട് കുറച്ച് സ്ട്രോബെറിയുടെ ക്രഷ് ഒഴിച്ചിട്ട് ജസ്റ്റ് മിക്സ് ചെയ്തെടുത്തു. അല്ലെങ്കിൽ നമുക്ക് റെഡ് ട്യൂട്ടി ഫ്രൂട്ടി ഇല്ലേ, അത് വെച്ചാലും മതി. എന്നിട്ട് നമുക്ക് സ്ട്രോബെറി ക്രഷോ അല്ലെങ്കിൽ കുറച്ചുകൂടെ പൈനാപ്പിൾ ക്രഷും കുറച്ചുകൂടെ ഒന്ന് ആഡ് ചെയ്തിട്ട് കളർ ചെയ്താലും മതി. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിവിടെ ചെറിയാണ് എടുത്തത്. ഇതാണ് കുറച്ചും കൂടെ കഴിക്കാനും നല്ലത് എനിക്ക് തോന്നി. അടുത്ത് നമ്മൾ പൈനാപ്പിൾ കറിയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ പൈനാപ്പിൾ കറിക്ക് എനിക്ക് പൈനാപ്പിളിൻ്റെ ക്രഷ് ഇല്ല. അതുകൊണ്ട് തന്നെ ഞാൻ നമ്മുടെ മാംഗോ ക്രഷിലോട്ട് കുറച്ചൊരു കളർ ആഡ് ചെയ്തിട്ടാണ് കേട്ടോ ചെയ്തത്. എന്നിട്ട് നമ്മൾ അവിടെ പൈനാപ്പിളായിട്ട് യൂസ് ചെയ്തേക്കണത് നമ്മുടെ ബ്രെഡിൻ്റെ സൈഡ് കട്ട് ചെയ്ത് ചെറുതാക്കി ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്തിട്ട് എടുത്തു. അപ്പോൾ അതാണ് നമ്മുടെ പൈനാപ്പിൾ കറി. പിന്നെ ക്യാബേജ് പിന്നെ ഈസി ആയിട്ട് നമുക്കൊന്ന് ആലോചിച്ച് തന്നെ കിട്ടാത്തേ ഉള്ളൂ അല്ലേ. ബ്രെഡ് ക്രംസ് ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. അതിലോട്ട് ജസ്റ്റ് യെല്ലോ കളർ എടുത്തിട്ട് മിക്സ് ചെയ്യുമ്പോൾ തന്നെ നമുക്കവിടെ ക്യാബേജ് റെഡി. ഇനി അടുത്ത് കാളൻ എടുക്കാം. കാളൻ എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? വിപ്പിംഗ് ക്രീം കുറച്ച് എടുക്കുക, അതിലോട്ട് കുറച്ച് ബ്രെഡ് ക്രംസ് എടുക്കുക, പിന്നെ കുറച്ച് ബ്രെഡിൻ്റെ സൈഡൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒന്ന് ജസ്റ്റ് ഒരു 1-2 ഡ്രോപ്പ് യെല്ലോ കളർ കൊണ്ട് കൊടുത്തു കഴിഞ്ഞതാ കാളനായി അല്ലേ. ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാം. ഇതൊക്കെ എല്ലാം ഏകദേശം ഒരുമാതിരി കണക്റ്റഡ് ആണ് എല്ലാം ആയിട്ട്. പിന്നെ അടുത്ത് നമുക്ക് പരിപ്പ് കറി റെഡിയാക്കാം. പരിപ്പ് കറി എന്ന് പറയുമ്പോൾ ഇത് തന്നെ വിപ്പിംഗ് ക്രീമും പിന്നെ നമ്മുടെ ബ്രെഡ് ക്രംസും. അതിനകത്ത് ബ്രെഡിൻ്റെ പീസസ് ഇടണ്ട, ബ്രെഡ് ക്രംസ് മതി. അപ്പോൾ അതൊരു പരിപ്പിൻ്റെ ആ ഒരു സ്റ്റൈൽ വരുമല്ലോ. പിന്നെ ലൈറ്റായിട്ടൊന്ന് യെല്ലോ കളർ കൊടുക്കുക. അപ്പോൾ ഓരോന്നിനും നമ്മൾ എല്ലാത്തിനും യൂസ് ചെയ്യുന്നത് യെല്ലോ കളർ സെയിം ആണെങ്കിലും നമ്മൾ കൊടുക്കുന്ന എമൗണ്ടാണ് യെല്ലോ കളർ. അത് ഓരോന്നും ഓരോ കളറായിട്ട് ഓരോ കറിയായിട്ട് നമുക്ക് തോന്നുന്നത്. ഇനി നമുക്ക് അവിയലിനും സാമ്പാറിനൊക്കെ വേണ്ട പച്ചക്കറികൾ റെഡിയാക്കണ്ടേ. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ നമ്മുടെ ബ്രെഡിൻ്റെ സൈഡ്സ് ഓരോ അളവിന് കറക്റ്റായിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ അതുപോലെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് അതിലോട്ട് കളർ കൊടുക്കുക കേട്ടോ. ഇവിടെ റെഡും ഓറഞ്ചും പിന്നെ ഗ്രീൻ കളറൊക്കെ മതിയാവുമല്ലോ. ഓരോ ക്യാരറ്റും നമ്മുടെ വെണ്ടയ്ക്കൊക്കെ ആയിട്ട് തോന്നാനായിട്ട് അതൊക്കെ മതിയാവും. അത് ആ ഒരു ക്രീമിലാവുമ്പോൾ ജസ്റ്റ് ആ ഒരു നല്ല ഭംഗിയായിട്ട് കിട്ടും നമുക്ക്. അതിനായിട്ട് അതൊരു പാത്രത്തിൽ തന്നെ ജസ്റ്റ് സൈഡിലാക്കി വെച്ചേക്കാം ഓരോന്നോരോന്നും. പിന്നെ നമ്മൾ ആദ്യം തന്നെ അവിയൽ റെഡിയാക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് വിപ്പിംഗ് ക്രീം എടുത്തിട്ട് ഓരോരോ കഷ്ണങ്ങളായിട്ട് ഓരോ പച്ചക്കറി കഷ്ണങ്ങളായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ ഒരു തേങ്ങയുടെ ഒരു ഇതിന് വേണ്ടിയിട്ട് കുറച്ച് ബ്രെഡ് ക്രംസ് ഇട്ടിട്ട് പിന്നെ നമ്മുടെ യെല്ലോ കളർ ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ അവിയൽ റെഡിയാവും കേട്ടോ. അപ്പോൾ അത് നമ്മൾ മിക്സ് ചെയ്യുന്നതിനനുസരിച്ച് കളറും കാര്യങ്ങളും അത് നമുക്ക് നേരിട്ട് കാണുമ്പോഴാണ് കുറച്ചുകൂടെ മനസ്സിലാവുക. ഇവിടെ ഇപ്പോൾ കുറച്ച് കളർ കുറവായിട്ട് തോന്നിയുകൊണ്ട് ഞാൻ ഒന്നും കൂടെ വിപ്പിംഗ് ക്രീമിൽ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു അവിയലിൻ്റെ സെറ്റപ്പൊക്കെ വന്നു.
പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് നാരങ്ങാച്ചാർ കേട്ടോ. മാങ്ങാച്ചാറല്ല ഉണ്ടാക്കിയത്, നാരങ്ങാച്ചാർ ഉണ്ടാക്കിയില്ലല്ലോ. അപ്പോൾ നാരങ്ങാച്ചാറിന് വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് കുറച്ച് വിപ്പിംഗ് ക്രീമിലോട്ട് കളർ ആഡ് ചെയ്തു. എന്നിട്ട് നമ്മുടെ ഈ ബ്രെഡിൻ്റെ സൈഡ് നാരങ്ങ ഓരോരോ നാരങ്ങയുടെ ഒരു ലുക്ക് വരാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നാരങ്ങാച്ചാറും റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ സാമ്പാറാണ് ചെയ്യുന്നത്. സാമ്പാറിന് നമ്മൾ വിപ്പിംഗ് ക്രീം അല്ല എടുത്തേക്കുന്നത്, നമ്മുടെ ബട്ടർ സ്കോച്ച് സോസ് ഇല്ലേ, അതാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. അതാകുമ്പോൾ കുറച്ചും കൂടി ഒരു ഒറിജിനാലിറ്റി തോന്നും. പിന്നെ നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ആ പച്ചക്കറികളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ നമുക്കൊരു തക്കാളിയുടെ എഫക്റ്റ് വരാനായിട്ട് ചെറി ഇട്ട് കൊടുക്കാം. ഞാനത് ലാസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് കുറച്ചും കൂടി ഒരു കളർ വേണമെങ്കിൽ നമുക്ക് ബട്ടർ സ്കോച്ചിൻ്റെ ഒരു എസൻസ് ഇല്ലേ, അതൊന്ന് ആഡ് ചെയ്താൽ മതി. പിന്നെ ഇപ്പോൾ ചെറിയ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അത്യാവശ്യം എല്ലാ കറികളും റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ പപ്പടം റെഡിയാക്കേണ്ടായില്ലല്ലോ. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള പപ്പടം തന്നെയാണ് നമ്മളത് കട്ട് ചെയ്ത് ചെറുതാക്കിയിട്ട് ആ ഒരു ഷേപ്പിലാക്കിയിട്ട് നമ്മൾ ചെറിയൊരു പപ്പടമായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം ചെയ്യാൻ മറന്നുപോയി, നമ്മൾ കൂട്ടുകറി റെഡിയാക്കില്ലായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി കുറച്ച് വിപ്പിംഗ് ക്രീമിലോട്ട് നമ്മുടെ ബ്രൗൺ കളർ ആഡ് ചെയ്തു. പിന്നെ കുറച്ചൊരു നമ്മുടെ ബ്രെഡിൻ്റെ ക്രംസ് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തു. അപ്പോൾ ആ ഒരു കളർ മാക്സിമം വരാൻ നോക്കുക. ദെൻ നമ്മൾ എന്തെങ്കിലും ബ്രെഡിൻ്റെ ചെറിയ ചെറിയ സൈഡ്സ് ഇട്ട് കൊടുത്താൽ മതി, ആ ഒരു കഷ്ണങ്ങളായിട്ട് തോന്നാനായിട്ട്. അങ്ങനെ നമ്മൾ അതൊക്കെ റെഡിയാക്കി എടുത്തു. ഇനി നമ്മൾ പഴമാണ് ചെയ്യണത് കേട്ടോ. പഴം ചെയ്യാനായിട്ട് ഇതുപോലെ ബ്രെഡ് ക്രംസിലോട്ട് യെല്ലോ കളർ ആഡ് ചെയ്തിട്ട് ഉരുട്ടി നമ്മൾ കൈ കൊണ്ട് തന്നെ ചെയ്യണം. അപ്പോൾ ആ ഒരു ഷേപ്പിലോട്ട് വന്നതിന് ശേഷം നമ്മൾ രണ്ട് എൻഡിലും കളറാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അത് ഗ്രീൻ ഒരു പഴത്തിൻ്റെ ആ ഒരു ഷെയ്ഡ് വരാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ മിക്സ് ചെയ്യുമ്പോൾ മിൽക്ക് മെയ്ഡും കൂടെ ആഡ് ചെയ്തിട്ടാട്ടോ മിക്സ് ചെയ്യുന്നത്. എന്നാലാണ് അതൊരു സ്റ്റിക്ക് ഇതിലായിട്ട് ഇരിക്കുകയുള്ളൂ. നമ്മൾ ഗ്ലൗസ് ഇട്ട് ചെയ്തിട്ട് അത്ര ഭംഗിയായില്ല, അതുകൊണ്ട് തന്നെ ഞാൻ കൈ കൊണ്ടാണ് കേട്ടോ ബാക്കി ചെയ്തത്. അങ്ങനെ നമ്മൾ ആ ഒരു കൺസിസ്റ്റൻസി വരുമ്പോൾ നമ്മൾ ആ ഒരു ഷേപ്പിലോട്ട് ഉരുട്ടി എടുത്താൽ മതി. അങ്ങനെയാണ്. പഴം ചെയ്തപ്പോൾ കുറച്ച് നമ്മുടെ ക്യാമറ ഓഫ് ആയിരുന്നു. പിന്നെ നമ്മൾ ഇതുപോലെ ചെയ്തതിന് ശേഷം കളറുകൾ ആഡ് ചെയ്തു. ജസ്റ്റ് എൻഡിലും ഒരു സൈഡ് വരമ്പ് പോലെ ഗ്രീൻ കളറും ബ്രൗൺ കളറും കൂടെ ആട്ടോ കൊടുത്തത്. നമ്മുടെ സാധാരണ നോർമൽ ബ്രഷ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കൊടുത്തു. ആ രണ്ട് എൻഡും ഒന്ന് പിടിച്ച് ഇതാക്കിയാൽ മതി. അപ്പോൾ ഒരു പഴത്തിൻ്റെ ആ ഒരു എഫക്റ്റൊക്കെ വന്നോളും. അപ്പോൾ അങ്ങനെ നമ്മൾ പഴം റെഡിയാക്കി. പിന്നെ ശർക്കരയും കായുപ്പേരി നമ്മൾ ഫോണ്ടൻറ്റിലാണ് ചെയ്തെടുത്തേക്കുന്നത് കേട്ടോ. അത് നമുക്ക് ഡയറക്റ്റായിട്ട് വയ്ക്കാം. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന കായ വറുത്തോ ശർക്കരയോ ആയിട്ട് നമുക്ക് അങ്ങനെ വയ്ക്കാം. അതുപോലെ തന്നെ പപ്പടം എഡിബിൾ ആണല്ലോ ഇതൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എഡിബിളായിട്ടുള്ള എന്ത് സാധനം വയ്ക്കാം. അത് ഒറിജിനൽ തന്നെ വെച്ചാലും മതിയാവും. കഴിഞ്ഞ വർഷം ഞാൻ ഒറിജിനൽ തന്നെയാണ് ചെയ്തത്. അപ്പോൾ ഈ തവണയാണ് അത് ഒന്ന് ഫോണ്ടനിൽ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചത്. കുറച്ചും കൂടെ എളുപ്പം ഞാൻ നോക്കിയിട്ട് ഫോണ്ടനിൽ ചെയ്യണതാണ്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മളത് ഫോണ്ടനിൽ സെറ്റ് ചെയ്തെടുത്തു കേട്ടോ. അപ്പോൾ കായ ഉപ്പേരി ചെയ്തപ്പോൾ ജസ്റ്റ് റൗണ്ടിലാക്കിയിട്ട് ഫോണ്ടൻ്റ് പരത്തിയിട്ട് ആ ഒരു റൗണ്ടിൽ ഒരു കുരുകുരു എന്നുള്ള സംഭവമില്ല, അത് ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ കറിയൊക്കെ വിളമ്പാണ്. അതിന് തന്നെ ഉപ്പിന് പകരം നമ്മൾ പഞ്ചസാര പൊടിച്ച് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ചോക്ലേറ്റ് ഗനാഷാണ് നമ്മളിവിടെ പുളിയിഞ്ചിയായിട്ട് ഇട്ട് കൊടുത്തത് കേട്ടോ. പിന്നെ നമ്മുടെ കായുപ്പേരിയും ശർക്കരയും പഴവും ഇതൊക്കെ വെച്ച് സാധാരണ നമ്മൾ സദ്യക്ക് എങ്ങനെയാണോ വിളമ്പണത് അതുപോലത്തെ ഒരു സെറ്റപ്പിലൊക്കെ അങ്ങോട്ട് വിളമ്പാണ്. അച്ചാറായിട്ട് നമ്മൾ മാങ്ങ അച്ചാറും നാരങ്ങാച്ചാറും ചെയ്തിട്ടുണ്ട്, അത് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പൈനാപ്പിൾ കറി, ക്യാബേജ് തോരൻ, ബീട്രൂട്ട് പച്ചടി, നമ്മുടെ ഓലൻ, കാളൻ, പരിപ്പ് കറി, നമ്മുടെ സാമ്പാർ, അവിയൽ, അങ്ങനെ എല്ലാം തന്നെ നമ്മൾ ഓരോന്നോരോന്നായിട്ട് വിളമ്പിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇത് വിളമ്പാൻ വളരെ ഈസിയാണ്, ചെയ്തെടുക്കാനാണ് കുറച്ച് പാട്. അത്ര പാടൊന്നുമില്ല കേട്ടോ, പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാമെന്നേ ഉള്ളൂ. എല്ലാ സാധനങ്ങളും നമ്മൾ ഒന്ന് അടുപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാം. പിന്നെ നമ്മളിതിൻ്റെ അകത്ത് കടുക് ഇട്ടിട്ടില്ല. കടുകിന് പകരം നമുക്ക് നമ്മുടെ വീട്ടിൽ സാധാരണ ഉപയോഗിക്കുന്ന എള്ളില്ലേ, എള്ള് ഇട്ട് കൊടുത്താൽ മതിയാവും കേട്ടോ. എള്ള് ഇട്ട് കൊടുത്താൽ തന്നെ നല്ലൊരു ലുക്ക് വരും. നമ്മുടെ ആ ഒരു ക്യാബേജ് തോരനിലും പിന്നെ സാമ്പാറിലൊക്കെ നമുക്ക് എള്ളിട്ട് കൊടുക്കാം. പിന്നെ നല്ല വെള്ളരി ചോറായിട്ട് നമുക്ക് ബ്രെഡ് പൊടിച്ച ക്രംസ് ഇട്ട് കൊടുത്താൽ അതാ ചോറായി. അത് നമ്മൾ ഓരോന്ന് വയ്ക്കുമ്പോഴും ശ്രദ്ധിച്ച് വയ്ക്കുക, വലിച്ചു വാരി ഇടരുത്. നമ്മൾ ആ ഒരു തെറിച്ച് പോവാത്ത രീതിയിൽ തന്നെ സെറ്റ് ചെയ്യണം കേട്ടോ. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ ഒരു പക്ഷേ അത് മറിഞ്ഞ് വീണാൽ അതിൻ്റെ ഒരു ഭംഗി പോവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ചോറൊക്കെ കൊടുക്കുമ്പോൾ നല്ല ഭംഗിയായിട്ട് തന്നെ വെച്ച് കൊടുക്കുക. സാമ്പാറൊക്കെ വിളമ്പുമ്പോൾ മറ്റ് കറിയിലോട്ടൊക്കെ വീഴാത്ത രീതിയിൽ തന്നെ നമ്മളത് സെറ്റ് ചെയ്ത് വെക്കണം കേട്ടോ. പിന്നെ എവിടെയാണോ നമുക്ക് സ്പേസ് അവിടെ ഇലയിൽ ബാക്കിയുള്ളത് അങ്ങനത്തെ രീതിയിൽ നല്ല ഭംഗിയായിട്ട് വരത്തക്ക രീതിയിൽ വേണം ഓരോന്ന് വിളമ്പാനായിട്ട്. അപ്പോൾ അവിയൽ വിളമ്പി ഇനി നമുക്ക് കൂട്ടുകറി വിളമ്പാനുണ്ട്. അപ്പോൾ അതവിടെ കുറച്ച് സ്പേസ് ബാക്കി നിൽക്കുന്നിടത്താണ് നമ്മളത് അവിയൽ വിളമ്പിയത്. അപ്പോൾ ഇത് കാണുമ്പോൾ ഒരു ഭംഗി വരത്തക്ക രീതിയിൽ തന്നെയായിരിക്കണം നമ്മൾ ഓരോ കറികളും സെറ്റ് ചെയ്യേണ്ടത്. പിന്നെ നമ്മുടെ ചോറിൻ്റെ ഒരു സൈഡിലായിട്ട് പരിപ്പ് കറി ഒഴിച്ച് കൊടുക്കുക. നേരെ സെൻറ്ററിലല്ല, ഒരു സൈഡിലായിട്ട് വയ്ക്കുക. പിന്നെ പപ്പടം നമ്മൾ വയ്ക്കുമ്പോൾ തന്നെയാണെങ്കിലും മറ്റ് കറികൾ ഹൈഡായി പോവാത്ത രീതിയിൽ തന്നെ വേണം നമ്മൾ പപ്പടം സെറ്റ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാം. ഇതൊക്കെ ചെയ്യേണ്ടത് ഇതേ പാറ്റേണിൽ തന്നെ വേണമെന്നില്ല. നമുക്ക് വേണമെങ്കിൽ ഈ വിപ്പിംഗ് ക്രീമിന് പകരം മിൽക്ക് ആവാം, അല്ലെങ്കിൽ ബ്രെഡിൻ്റെ സൈഡുകൾ നമുക്ക് വെജിറ്റബിൾസ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ടല്ലോ, അതിന് പകരം നമുക്ക് ആപ്പിളോ അല്ലെങ്കിൽ ആപ്പിളൊക്കെ ആണെങ്കിൽ നല്ല ശരിക്കും ഒരു വെജിറ്റബിൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന പോലെ തന്നെ ഉണ്ടാവും.
അപ്പോൾ ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ലുക്കായിട്ട് വരുന്നത്. കഴിഞ്ഞ വർഷം ഞാൻ ഇതുപോലെ തന്നെ ചെയ്തായിരുന്നു. ഇതിൽ ഏതാണ് ഇഷ്ടമായതെന്ന് പറയണേ. അപ്പോൾ നമ്മുടെ ചാനൽ എന്തായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്